ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ പുതിയ പാട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ കമൻ്റ് ഇട്ടോളം എല്ലാവരും ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നമുക്ക് നമ്മുടെ 9ാമത്തെ പാർട്ടിയിലേക്ക് പോയാലോ? സാർ! രേവതി കരഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ നിന്നും ചാടി എണീറ്റു. ഒപ്പം കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണീർ അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങി. ഞാൻ എന്തിനിപ്പോൾ കരഞ്ഞ? ഒഴുകിയിറങ്ങിയ കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ ആലോചിച്ചു. അപ്പോഴാണ് വാതിലിന് മുന്നിൽ കൈ കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന പാർവണി അവൾ കണ്ടത്. നീ എപ്പോഴാ വന്നേ? രേവതി ബെഡിൽ നിന്ന് താഴെ ഇറങ്ങി അഴിഞ്ഞ മുടി കെട്ടിക്കൊണ്ട് വെച്ച് ചോദിച്ചു. ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോളേ നീ കഞ്ചാവടിച്ച കോഴിയെപ്പോലെ ഇവിടെ അന്തം വിട്ടിരിക്കണു. നീ ആരെ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു? അവൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്ന് പോടി. ഞാൻ നീ പോയപ്പോ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും കടന്നുറങ്ങി. പെട്ടെന്ന് എന്തോ സ്വപ്നം കണ്ടു. അപ്പൊ ഞെട്ടി എണീറ്റതാ. അപ്പതാ നീ ഇവിടെ നിൽക്കണു. ആരെയാ സ്വപ്നം കണ്ടേ? അവൾ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. എനിക്കൊന്നും ഓർമ്മയില്ല. നീ പോയി ഡ്രസ്സൊക്കെ മാറുക, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. അത് പറഞ്ഞ് രേവതി അടുക്കളയിലേക്ക് നടന്നു. പാർവണ വേഗം പോയി ഫ്രഷായി ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു. ഡിദേവു, നിന്നിന്നൊരാൾ അന്വേഷിച്ചു. കഴിക്കുന്നതിനിടയിൽ പാർവണ പറഞ്ഞു. അന്വേഷിക്കോ? എന്നെയോ? ആര്? നിന്റെ ദേവകൃഷ്ണ സാറില്ലേ? അല്ലാതാരാ? സാറോ? എന്നെയോ? അതിന് നീ എങ്ങനെയാ സാറിനെ കണ്ടേ? രേവതി അത് പറഞ്ഞതും പാർവണ ഒന്ന് ഞെട്ടി. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അവളുടെ നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി. രേവതി വേഗം ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് അവൾക്ക് കൊടുത്തു. പാർവണ അത് വാങ്ങി കുടിച്ചു. എന്റെ മഹാദേവ, ഞാനിനി ഇവളോട് എന്താ പറയാ? കള്ളി വിളിച്ചെത്താവോ? നിന്നോട് ചോദിച്ചു തുമ്പി, ഹോസ്പിറ്റലിലെ ബന്ധുവിനെ കാണാൻ പോയ നീ ഇങ്ങനെ ദേവസാറിനെ കണ്ടേന്ന്? എന്താ ആലോചിച്ചിരിക്കുന്ന പാർവണിയെ തട്ടി വിളിച്ചോണ്ട് രേവതി ചോദിച്ചു. അതെ, അത് ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ശിവസാർ വിളിച്ചത് ഒരു ഫയലിന്റെ കാര്യം പറയാൻ. അപ്പൊ ഞാൻ സാറിന്റെ വീട്ടിൽ പോയി. അപ്പൊ ദേവസാറിനെ കണ്ടു. അപ്പാണ് സാറ് നിന്നെ അന്വേഷിച്ച്. അവൾ രേവതിയെ നോക്കി പറഞ്ഞു. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാൻ എന്തു പറയാൻ, നീ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സാറ് നിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചു. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ചോദിച്ചു. കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ് എടുത്ത് അവൾ കിച്ചണിലേക്ക് പോയി. എന്താ ചോദിച്ചേ? രേവതി പാർവണയുടെ പിറകെ അടുക്കളയിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. അയ്യോ, ഞാനത് മറന്നുപോയി. ഓർമ്മ വരുമ്പോ പറഞ്ഞു തരാട്ടോ. പാർവണ രേവതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും രേവതി അവളെ തുറപ്പിച്ചു നോക്കി. നീ വെറുതെ എന്നെ കളിയാക്കണ്ടാട്ടാ. അത് പറഞ്ഞ രേവതി ദേഷ്യപ്പെട്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അടുത്തേക്ക് പോയി. അത് കണ്ട് പാർവണ ചിരിയോടെ അവളുടെ പിന്നാലെ നടന്നു. നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ദേവു. പാർവണ അവൾക്ക് ഓപ്പോസിറ്റായുള്ള ചെയറിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു. അത് ഞാൻ ആരോടും ദേഷ്യപ്പെട്ടില്ലല്ലോ. ഇല്ല, അത് നിന്റെ മുഖം കണ്ടാലും അറിയാം. അത് വീർത്തൊരു കുട്ടികലത്തിന്റെ അത്ര ആയിട്ടുണ്ട്. ഈ നിന്നെയാണല്ലോ ഞാൻ ദേവസാറിന്റെ അടുത്ത് പൊക്കി പൊക്കി പറഞ്ഞേ. പാർവണം പറഞ്ഞത് മനസ്സിലാവാതെ രേവതി അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. എടി പൊട്ടി, സാറെന്നോട് ചോദിച്ചു നിനക്ക് വല്ല ലവറുണ്ടോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്. അടുത്ത മാസം നിന്റെ എൻഗേജ്മെന്റ് ആണ്. പാർവണം പറയുന്നത് കേട്ടി രേവതി അവളുടെ കയ്യിലൊന്ന് അമർത്തി നുള്ളി. അയ്യോ, എന്നെ കൊല്ലല്ലടി, ഞാൻ വെറുതെ പറഞ്ഞതാ. അത് പറഞ്ഞതും രേവതി അവളുടെ കയ്യിൽ പിടിവിട്ടു. ഞാൻ പറഞ്ഞു നിനക്ക് അങ്ങനെയൊന്നുമില്ല, നീ ഒരു പാവ കുട്ടിയാന്നൊക്കെ. പക്ഷെ നിന്റെ തനി സ്വഭാവം എനിക്കെല്ലാം അറിയുള്ളോ. എന്റെ സ്വഭാവത്തിന് എന്തായാലും കുഴപ്പം? ഒരു കുഴപ്പമില്ല. രേവതി നുള്ളിയ ഭാഗത്ത് തടവിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്നിട്ട് ദേവസാർ എന്താ പറഞ്ഞേ? രേവതി ആകാംക്ഷയോട് ചോദിച്ചു. ഓ, എന്താ അവളുടെ ഒരു ശുഷ്കാന്തി. അങ്ങനെ ഞാൻ പറയുന്ന കേട്ട് നീ രസിക്കണ്ട, ഞാൻ പറയില്ല. പറയടി, കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ, പ്ലീസ്. പറയാം.
അപ്പൊ സാറ് പറയാ അങ്ങനെയാണെങ്കിൽ നിന്നെ സാറിന് കെട്ടിച്ചു തരുമോന്ന്. അത് കേട്ട് രേവതിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടും മുമ്പേ പറവണ റൂമിലേക്ക് ഓടി. രേവതി ഒരു ചിരിയോടെ അടുക്കളയിലേക്കും പോയി. 4 മണിയോടുകൂടെ ശിവ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി. ശിവ വീട്ടിലെത്തുമ്പോൾ അമ്മയും ദേവയും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അവൻ അവരെ നോക്കി ഒന്ന് ചിരിച്ച് നേരെ ഓഫീസ് റൂമിലേക്ക് കയറിപ്പോയി. അവൻ ഡോർ തുറന്ന് അകത്ത് കയറിയതും ഒരു മണം അവൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. ആ നാശം പിടിച്ചവളെ കൊണ്ട് തോറ്റു. അവളുടെ ഒരു കൂതർ പെർഫ്യൂമും. ശിവ ദേഷ്യത്തോടെ കബോർഡിൽ നിന്നും എയർ ഫ്രഷ്നർ എടുത്ത് ആ മുറി മുഴുവൻ അടിച്ചു. കയ്യിലുള്ള ഫയലും മറ്റും ഓഫീസ് ടേബിളിന് മുകളിൽ വെച്ചതിന് ശേഷം അവൻ ഡോർ അടച്ച് തൻ്റെ മുറിയിലേക്ക് നടന്നു. ശിവ കുളിച്ച് ഫ്രഷായി വന്നതും ചായയുമായി ദേവ റൂമിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ശിവ ചായ എടുത്ത് ബാൽക്കണിയിൽ കൗച്ചിൽ ചെന്നിരുന്നു. അവനൊപ്പം ദേവയും ചെന്നിരുന്നു. നാളെ ഇവിടെ നിന്നല്ലേ ശിവ ഓഫീസിൽ പോകുന്നേ? അതെ. നീ ശരിക്കും എന്തിനാ പാറുണെ ഓഫീസിൽ നിന്നും പറഞ്ഞു വിട്ടേ? അവളൊരു അഹങ്കാരിയാണ്. എനിക്കെന്തോ അവളെ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്ന ഞാൻ അവളെ കണ്ട മൈൻഡ് ടോട്ടൽ ഡിസ്റ്റർബ്ഡ് ആവും. ശിവ അത് പറഞ്ഞ ഗ്ലാസ്സിലുള്ള ചായ ഒരു സിപ്പ് എടുത്തു. പക്ഷെ കൂടെയുള്ള മറ്റേ കുട്ടി കുഴപ്പമില്ല കേട്ടാ. കുറച്ച് അടക്കം ഒതുക്കൊക്കെ ഉണ്ട്. നിനക്ക് നന്നായി ചേരും. അത് കേട്ട് ദേവ ഒന്ന് ഞെട്ടി. ശിവ, നിനക്കെങ്ങനെ മനസ്സിലായി? എനിക്ക് അറിഞ്ഞൂടെ ദേവ നിന്നെ. കുറെ കാലായില്ലേ നിന്നെ കാണാൻ തുടങ്ങിയിട്ട്. പക്ഷെ എനിക്കറിയില്ലടാ, എന്തോ ഒരു പ്രത്യേക ഇഷ്ടം. അത് പ്രണയാണോന്നൊന്നും എനിക്കറിയില്ലടാ. എനിക്ക് തോന്നുന്നുണ്ട് നിനക്ക് ശരിക്കും ആ കുട്ടി ഇഷ്ടമാണെന്നാണ്. ചിലപ്പോ ഈ കുട്ടിയാണെങ്കിലോ നീ പറയാറുള്ള നിന്റെ തിയറി അനുസരിച്ച് നിന്റെ ഭാര്യയല്ലേ? ശിവ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. ഒന്ന് പോ ശിവ, വെറുതെ കളിയാക്കാതെ. ദേവ അവന്റെ കയ്യിൽ അടിച്ചു പറഞ്ഞതും ശിവ പെട്ടെന്ന് എരിവ് വലിച്ചു. എന്താടാ ശിവ, എന്താ കയ്യില്? ദേവയുടെ കൈ തട്ടിയ ഭാഗത്ത് തടവുന്ന ശിവയെ നോക്കി അവലോകതയോടെ ദേവ ചോദിച്ചു. അതാ കാലത്തിയുടെ നഖം കൊണ്ടതാണ് ശവം. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. നീ ആരുടെ കാര്യം ശിവ പറയണേ? ആ പാർവണയുടെ കാര്യം തന്നെ. നിനക്കല്ലേ അവൾക്ക് സഹായം ചെയ്തു കൊടുക്കാത്ത സമാധാനം ഇല്ലാഞ്ഞത്? ആ സഹായത്തിനുള്ള പാരിതോഷികാണിത്. നീ ഇതെന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നീ അവളെ വീട്ടിലാക്കാൻ നിർബന്ധം പിടിച്ചപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. നിനക്ക് ആ കുട്ടിയുടെ വീട് അറിയാനാണല്ലോ എന്ന് കരുതിയാണ് ഞാൻ ആ ശവത്തെ എൻ്റെ കാറിൽ കയറ്റിയത്. അതിന് കാറിൽ കയറ്റിയപ്പോൾ അവൾക്കൊരു 1000 സംശയങ്ങൾ. അത് കേട്ട് എനിക്ക് അതിനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. അവസാനം അതിൻ്റെ വായ അടപ്പിച്ച് മിണ്ടാതിരുത്തിയപ്പോൾ അടുത്ത മരണം. അവളുടെ ഏതൊരു ഫ്രണ്ടിനെ കണ്ടതും അവൾ വണ്ടി നിർത്താൻ വേണ്ടി എൻ്റെ കൈ മാന്തി പൊളിച്ചു. ശിവ ദേഷ്യത്തോടെ പറയുന്ന കേട്ട് ദേവ ഒന്ന് ചിരിച്ചു. വിട്ടേക്കടാ, അറിയാതെയായിരിക്കും. ദേവ അവനെ സമാധാനിപ്പിച്ചു. അപ്പം നിനക്ക് വീട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അല്ലേ? ദേവ നിരാശയോടെ ചോദിച്ചു. ഇനി സമയമുണ്ടല്ലോ, പതുക്കെ നമുക്ക് കണ്ടുപിടിക്കാന്നേ. അത് പറഞ്ഞ ശിവ റൂമിലേക്ക് എഴുന്നേറ്റ് നടന്നു. ദേവ, നിങ്ങൾ നല്ല മാച്ചാണ് കേട്ടോ. മെയ്ഡ് ഫോർ ഈച്ച് അതർ. അയ്യോ, നോ, ബോൺ ഫോർ ഈച്ച് അതർ. ശിവ തിരിഞ്ഞ ദേവിയെ നോക്കി പറഞ്ഞു. ദേവ അത് കേട്ട് ഒരു ചിരിയോടെ കൗച്ചിലേക്ക് ചാരിയിരുന്നു. ബോൺ ഫോർ ഈച്ച് അതർ. ശിവ പറഞ്ഞ വാക്കുകൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു വന്നു. വൈകുന്നേരം രേവതി താഴേക്ക് ഒക്കെ നടക്കാൻ ഇറങ്ങി. പാർവണ വീട്ടിൽ നിന്നും ആരോ വിളിച്ചത് കാരണം ഫോണിൽ സംസാരിക്കുന്ന തിരക്കിലാണ്. താഴെ ഹൗസ് ഓണറിന്റെ ഭാര്യ ചെടി നനയ്ക്കുകയാണ്. അവരെ കണ്ടതും രേവതി അവരുടെ അടുത്തേക്ക് നടന്നു. കണ്ടിട്ട് കുറച്ച് നാളായല്ലോ, ആ സ്ത്രീ രേവതിയോടായി ചോദിച്ചു. ജോലിയൊക്കെ ഉള്ള കാരണേ കുറച്ച് തിരക്കിലായിരുന്നു ചേച്ചി. ജോലി എങ്ങനെ പോണു മോളെ? കുഴപ്പമൊന്നുമില്ല ചേച്ചി. ചേച്ചിക്ക് സുഖല്ലേ? അതെ. മറ്റേ കുട്ടിയോടെ മോളെ? അവള് റൂമിലുണ്ട്. വീട്ടിൽ നിന്ന് ആരോ വിളിക്കുന്നുണ്ട്, അവരോട് സംസാരിക്കുക. മോളോടൊരു കാര്യം പറയാണ്ട്, പക്ഷെ മോൾക്കൊന്നും തോന്നരുത് കേട്ടാ. എന്താ ചേച്ചി, എന്താ കാര്യം? രേവതി മനസ്സിലാവാതെ ചോദിച്ചു. അത് പിന്നെ മോളെ, ഞങ്ങൾ 2 പെൺകുട്ടികളും മാത്രം ഇവിടെ താമസിക്കുന്നേ. അതുപോലെ ഒരു പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിലുണ്ടേ.
അപ്പോൾ ഇങ്ങനെ ആൺപിള്ളേര് ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നത് ശരിയാണോ? ചേച്ചി പറഞ്ഞ എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അതിനാരവിടെ കയറി ഇറങ്ങിയേ? ഇന്ന് ഉച്ചയ്ക്ക് പാർവണ മോള് ഒരു പയ്യന്റെ ബൈക്കിൽ വന്നിറങ്ങി എന്ന് അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി പറഞ്ഞേ. ഞാനത് മോളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അവരപ്പ ചോദിച്ചു, ഇന്ന് ഞായറാഴ്ചയായിട്ട് അത് ഉച്ചയ്ക്ക് എന്തോ ഓഫീസാണോ ഉള്ളതെന്ന്. അവരുടെ ആ ചോദ്യത്തിന് എനിക്ക് മറുപടി എൻ്റെ കയ്യിലില്ലായിരുന്നു മോളെ. മറ്റുള്ളവർ പറയുന്നതിന് ഞാൻ ചെവി കൊടുക്കാറില്ല. പക്ഷേ ഒന്നാലോചിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ശരിയാന്ന് എനിക്ക് തോന്നി. എനിക്കൊരു മകളുള്ളതല്ലേ, അവരുടെ ഭാവിയും കൂടെ നോക്കണ്ടേ. ഞാനിതൊന്നും അറിഞ്ഞില്ല ചേച്ചി. ഞാൻ എന്തായാലും അവളോടൊന്ന് ചോദിക്കട്ടെ ഏട്ടാ. ഇനി എന്തായാലും ഇങ്ങനെ ഉണ്ടാവുക ഇത് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. അത് പറഞ്ഞ രേവതി നേരെ മുകളിലേക്ക് പോയി. തുമ്പി! രേവതിയുടെ ഉച്ചത്തിലുള്ള വിളി കേട്ട് പാർവണ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ താഴെ വീണു. എന്തോടി ഇങ്ങനെ വിളിച്ചു കൂവണേ? ഏതാ പയ്യൻ? ഏതു പയ്യൻ? നീ ആരുടെ കാര്യം പറയണേ? പാർവണ മനസ്സിലാവാതെ ചോദിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ആരാ നിന്നിവിടെ കൊണ്ടാക്കിയേ? കണ്ണൻ. അതിനിപ്പെന്താ? ഏത് കണ്ണൻ? രാമങ്ങളുടെ ചേച്ചിയില്ലേ ബിന്ദു, ആ ചേച്ചിയുടെ മകൻ കണ്ണൻ ആർദ്രവ്. അവനിവിടെയാണല്ലോ. ഇന്ന് വഴിയിൽ വെച്ച് കണ്ടിരുന്നു. അവനാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയേ. ഇനി അത് വേണ്ട തുമ്പി. താഴെ ഹൗസ് ഓണറുടെ ഭാര്യ അതിനെ കുറിച്ച് ചോദിച്ചു. ഞാൻ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതിനവൻ വന്നാ എന്താ ദേവു? അവൻ പാർവണ പറഞ്ഞ് അവസാനിപ്പിക്കും മുമ്പേ തന്നെ രേവതി കൈ ഉയർത്തി നിർത്താൻ പറഞ്ഞു. തുമ്പി! ഇല്ല, ഇനി അവൻ വരില്ല. അത് പറഞ്ഞ് പാർവണ റൂമിനുള്ളിലേക്ക് പോയി. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ മറ്റാരും സ്വന്താക്കുന്നതിന് മുമ്പേ ഓടി എൻ്റെ അരികിലെത്തിയേക്കണേ ശിവ. അടുത്ത ജന്മത്തിലെങ്കിലും ഇത് മരണത്തിൻ്റെ രൂപത്തിൽ നമ്മെ പിരിക്കാതെ ഇരിക്കട്ടെ. ഞാൻ പോവാ ശിവ. അവസാന ശ്വാസത്തിൽ അവൾ പറഞ്ഞു നിർത്തി. അവൻ ആ ഫോണിലെ കോൾ റെക്കോർഡ് ഒന്ന് കൂടെ പ്ലേ ചെയ്തു. സത്യയുടെ തനിക്കായുള്ള അവസാന കോൾ. പഴയതെല്ലാം ഓർക്കുന്തോറും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ കണ്ണുകൾ അടച്ച് ആ ഫോൺ നെഞ്ചോട് ചേർത്ത് വെച്ചു. പാർവണിയുടെ ഫോൺ നിർത്താതെ റിങ് ചെയ്യുന്ന കേട്ടാണ് രേവതി റൂമിലേക്ക് വന്നത്. തുമ്പി, നിനക്കെന്താ ചെവി കേട്ടൂടെ? നിന്റെ ഫോണാണ് റിങ് ചെയ്യണേ, അത് അറ്റൻഡ് ചെയ്യേ. മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പാർവണിയെ നോക്കി പറഞ്ഞു. അതെടുക്കേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞ് അവൾ വീണ്ടും മാഗസിൻ വായിക്കാൻ തുടങ്ങി. അത് കണ്ട് രേവതി പാർവണിയുടെ ഫോൺ എടുത്തു കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ തുമ്പി. മറുഭാഗത്ത് നിന്ന് ഒരു പുരുഷ ശബ്ദം കേട്ടെന്ന് രേവതി സംശയത്തോടെ ഡിസ്പ്ലേയിലെ പേര് നോക്കി. കണ്ണൻ ആദു. അപ്പോൾ നമുക്ക് പുതിയ പാർട്ടായിട്ട് നാളെ കാണാവേ. ബായ്. കമൻ്റ് ഇടാൻ മറക്കല്ലേ കേട്ടാ.